ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ മാതാപിതാക്കളെ, ഇത് നിങ്ങൾക്കുള്ള ഒരു മെസ്സേജാണ് കേട്ടോ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? അവരുടെ തലയിൽ കൈകൾ വെച്ച് അവരെ അനുഗ്രഹിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നു മുതൽ അങ്ങനെ പ്രാർത്ഥിക്കണം. മക്കൾ കൂടിയില്ലാത്ത മാതാപിതാക്കൾ വിഷമിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ മക്കളെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ തലയിൽ കൈകൾ വെച്ച് നിങ്ങൾക്കും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം കൂട്ടിയോജിപ്പിച്ചവരാണ് ദമ്പതികൾ. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൻ്റെ അഭിഷേകം അവരിലുണ്ട്. ആ അഭിഷേകം അവരുടെ പ്രാർത്ഥനകളിലൂടെ, കൈവെപ്പിലൂടെ മക്കളിലേക്ക് പകരപ്പെടുന്നുണ്ട്. വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി അവർക്ക് മക്കളിലേക്ക് പകരാനുള്ള കഴിവുണ്ട്. മാതാപിതാക്കൾ മക്കളുടെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. അതുകൊണ്ട് മക്കൾ പഠിക്കാനോ ജോലിക്കോ പോകുമ്പോൾ മാതാപിതാക്കൾ അവരുടെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ദമ്പതികൾ പരസ്പരം തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. ദൈവിക സംരക്ഷണം ഇതുവഴി കുടുംബമൊന്നാകെ ലഭിക്കും. പഠനത്തിൽ അലസരായ പിറകിലുള്ള മക്കളുടെ തലയിൽ മാതാപിതാക്കൾ കൈകൾ വെച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. ഇനി പ്രിയപ്പെട്ട അപ്പന്മാരോടാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സവിശേഷമായ വിളി ലഭിച്ചവരാണ് പിതാക്കന്മാരായ നിങ്ങൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു ദൗത്യമുണ്ട്. കുടുംബ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിനും മക്കളെ വിശുദ്ധിയിൽ വളർത്തുന്നതിനും അപ്പന്മാർ മുൻപന്തിയിൽ ഉണ്ടായിരിക്കണം. മക്കൾ അവരുടെ അപ്പന്മാരെ കണ്ടുകൊണ്ടാണ് വളരുന്നത്, പ്രത്യേകിച്ച് ആൺമക്കൾ. പിതാക്കന്മാർ മക്കളെ അനുഗ്രഹിക്കുന്ന പാരമ്പര്യം പഴയ നിയമത്തിൽ മുതൽ നാം കാണുന്നുണ്ട്. ഇസഹാക്ക് തൻ്റെ മകൻ യാക്കോബിനെ അനുഗ്രഹിക്കുന്നത് ഒരു ഉദാഹരണം മാത്രമാണ്. പിതാക്കന്മാർ മക്കളെ അനുഗ്രഹിക്കേണ്ടവരാണ്. ഫ്രാൻസിലെ രാജാവും വിശുദ്ധനുമായ ലൂയിസ് സ്നേഹമുള്ള ഒരു പിതാവായിരുന്നു. മകന് വിശുദ്ധൻ എഴുതിയ കത്ത് വളരെ മനോഹരമാണ്. ഞാൻ പണ്ടൊരു വീഡിയോയിൽ നിങ്ങളോടത് പങ്കുവച്ചിട്ടുള്ളതാണ്. കേൾക്കാത്തവർക്കായിട്ട് ഞാനതൊന്നുകൂടെ പറയാം. ഈ ലൂയിസ് പിതാവിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം മകന് വേണ്ടി മനോഹരമായൊരു പ്രാർത്ഥന രചിക്കുകയുണ്ടായി. ഈ പ്രാർത്ഥന എല്ലാ പിതാക്കന്മാർക്കും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതും അവർക്ക് ദൈവകൃപ വാങ്ങിക്കൊടുക്കാൻ കാരണമാകുന്നതുമാണ്. അപ്പന്മാര് മാത്രമല്ല, അമ്മമാർക്കും ഈ പ്രാർത്ഥന മക്കളെ സമർപ്പിച്ച് അവരുടെ തലയിൽ കൈകൾ വെച്ച് നിങ്ങൾക്കും പ്രാർത്ഥിക്കാം. ആ വിശുദ്ധമായ പ്രാർത്ഥന ഇങ്ങനെയാണ്: പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാളുകളും സകല വിശുദ്ധരും നിന്നെ എല്ലാവിധ തിന്മകളിൽ നിന്നും കാത്തു സംരക്ഷിക്കട്ടെ. ദൈവം തൻ്റെ ഇഷ്ടം പോലെ നിനക്ക് എല്ലാവിധ കൃപകളും നൽകുമാറാകട്ടെ. നിന്നിലൂടെ ദൈവം മഹത്വപ്പെടട്ടെ. മറ്റൊരു ലോകത്തിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയുമാറാകട്ടെ. അനസ്യൂതമായി ദൈവത്തെ സ്തുതിക്കുകയും സ്നേഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ. എത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയല്ലേ? നിങ്ങൾ ഈ പ്രാർത്ഥന എഴുതിയെടുക്കണം കേട്ടോ. എന്നിട്ട് മക്കള് അരികിലുള്ള മാതാപിതാക്കൾ അവരുടെ തലയിൽ കൈവച്ച് ദിവസത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിക്കണം. വിദൂരങ്ങളിലാണ് മക്കളെങ്കിൽ നിങ്ങൾ അവരെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരുടെ തലയിൽ കൈവച്ച് ഈ പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ അവരെ അനുഗ്രഹിക്കണം. പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാളുകളും സകല വിശുദ്ധരും നിന്നെ എല്ലാവിധ തിന്മകളിൽ നിന്നും കാത്തു സംരക്ഷിക്കട്ടെ. ദൈവം തൻ്റെ ഇഷ്ടം പോലെ നിനക്കെല്ലാവിധ കൃപകളും നൽകുമാറാകട്ടെ. നിന്നിലൂടെ ദൈവം മഹത്വപ്പെടട്ടെ. മറ്റൊരു ലോകത്തിൽ നമുക്കൊരുമിച്ച് ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയുമാറാകട്ടെ. അനുസ്യൂതമായി ദൈവത്തെ സ്തുതിക്കുകയും സ്നേഹിക്കുകയും ചെയ്യട്ടെ. ആമേൻ. അതുപോലെ തന്നെ സംഗീത പുസ്തകം 6-ാം അധ്യായം 24-26 തിരുവചനം നമ്മുടെ മക്കളെ അനുഗ്രഹിച്ച് നമുക്ക് ഈ വചനവും പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. ഇതും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ നല്ലൊരു വചനമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു വചനമാണ് 128-ാം സങ്കീർത്തനം.
128 സങ്കീർത്തനത്തിൻ്റെ 2 വചനം ഇങ്ങനെയാണ്: നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. മക്കൾ ജോലിക്കൊക്കെ ആയിട്ട് പോകുമ്പോൾ അവരെ നമുക്കിങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ 3 വചനം ഇങ്ങനെയാണ്: നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. ഇനി സങ്കീർത്തനം 128:4: കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. ഇനി 5: കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ, നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. ഇനി 128 സങ്കീർത്തനത്തിൻ്റെ 6 തിരുവചനം: മക്കളുടെ മക്കളെ കാണാൻ നിനക്കിട വരട്ടെ, ഇസ്രായേലിന് സമാധാനമുണ്ടാകട്ടെ. എത്രയോ നല്ല വചനങ്ങളാണിതൊക്കെ. ഈ വചനങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ച് അല്ലെങ്കിൽ എഴുതിയെടുത്ത് വെച്ച് മക്കൾക്ക് വേണ്ടി അവരെ അനുഗ്രഹിച്ച് അവർക്കായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന വചനങ്ങളാണ് ഇതൊക്കെ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.